വഴിയോരങ്ങളിൽ കാത്തുനിന്ന ജനങ്ങൾ അന്ത്യാഭിവാദ്യങ്ങൾ നൽകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആലപ്പുഴ അടുക്കും തോറും ആളുകളുടെ എണ്ണം കൂടുകയാണ്. ജനസഹസ്രങ്ങളാണ് എത്രയോ മണിക്കൂറുകളായി ഇരുവശങ്ങളിലും കാത്തു നിൽക്കുന്നത്. ഈ ജനക്കൂട്ടം ഒരു PR വർക്കിൻ്റെയും പിന്മരത്തോടെ വന്നവരല്ല എന്നുകൂടി പറയുക. എത്രയോ മണിക്കൂറുകളായി ഇന്നലെ വന്നവരൊക്കെ ഈ ആൾക്കൂട്ടത്തിനിടയിലുണ്ട്. ഈ ആൾക്കൂട്ടം ഒരുപക്ഷെ ജനമനസ്സുകളിൽ VS എത്രമാത്രം സ്ഥാനവും പ്രാധാന്യവുമുണ്ട്, നമ്മുടെ ജനങ്ങൾ അദ്ദേഹത്തെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ജനക്കൂട്ടത്തെ നമുക്ക് കാണാനാകും. നമുക്കൊപ്പം ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ജനങ്ങൾ പങ്കെടുക്കുന്ന വിലാപയാത്രയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അപൂർവം വിലാപയാത്രകളിൽ മാത്രമാണ് നമ്മുടെ ജനങ്ങൾ ഇത്രയധികം ആവേശത്തോടെ പങ്കെടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. കണ്ണീര് അടക്കാൻ പാടുപെടുന്ന ആളുകൾ, കണ്ണീര് ഉണങ്ങാതെ ജനങ്ങളുടെ പ്രവാഹം, ഇതൊക്കെ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. SKN എത്രമേൽ വലിയ ജനക്കൂട്ടമാണെന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വലിയൊരു യാത്രയപ്പ് കേരളത്തിന്റെ സമരനായകന്, വിപ്ലവ സൂര്യന് VS അച്യുതാനന്ദന് കേരളം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടാനം, ആലപ്പുഴ ജില്ലയിലെ വണ്ടാനം കഴിഞ്ഞിരിക്കുകയാണ്. മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിലാപയാത്ര. ഇനി ഇത് നേരെ പോകുന്നത് VS അച്യുതാനന്ദന്റെ വീടായ വേലിക്കകത്ത് വീട്ടിലേക്കാണ്. VS അച്യുതാനന്ദന്റെ രാഷ്ട്രീയ കേന്ദ്രമായിരുന്ന ഇവിടെ നിന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടനവും തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൻ്റെ പാഠങ്ങളുമൊക്കെ പഠിച്ചതും അത് പ്രയോഗത്തിൽ വരുത്തിയതും ഈ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ആലപ്പുഴയുടെ മണ്ണിൽ നിന്നാണ് VS അച്യുതാനന്ദൻ ഇതിനൊക്കെ തുടക്കമിട്ടത്. ആ VS അച്യുതാനന്ദന് ഇതാ എത്രമേൽ VSനെ സ്നേഹിക്കുന്ന ജനങ്ങൾ, അത് CPIM പ്രവർത്തകരുണ്ട്, ഇടതുമുന്നണിയുടെ അനുഭാവികളുണ്ട്, അവരുടെ പ്രവർത്തകരുണ്ട്, അതിനപ്പുറത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുണ്ട്, അതിനേക്കാൾ അപ്പുറം VSനെ സ്നേഹിക്കുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട്. അങ്ങനെ ഈ വലിയ ജനവിഭാഗമാണ് ഇപ്പോൾ VS അച്യുതാനന്ദന് അദ്ദേഹത്തിന്റെ ഈ അന്ത്യയാത്രാ സമയത്ത് അന്ത്യയാത്രാമൊഴി നൽകുന്നത്. വണ്ടാനം കടന്ന് അങ്ങനെ ഒരു മനുഷ്യ മഹാസമുദ്രം ആ വാഹനത്തിന് മുന്നിലും പിന്നിലും ഉണ്ട്. ആ മനുഷ്യ മഹാസമുദ്രത്തിന് നടുവിലൂടെയാണ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമത്തിനായി പോകുന്നത്. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സംസ്കാരം. 4 മണിയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ സമയക്രമം പാലിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലുള്ള ആശങ്ക ഇപ്പോഴുമുണ്ട്. കാരണം അത്രമേൽ വലിയ ജനപ്രവാഹം VS എന്ന ആ വലിയ നേതാവിനെ കാണുന്നതിന്, അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കടന്നുപോകുന്ന വഴികളിലൊക്കെ തന്നെ ഒരു ഗതാഗത കുരുക്കുണ്ടാകാത്ത വിധമുള്ള ക്രമീകരണങ്ങളൊക്കെ CPIM പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു വശത്തു കൂടിയൊക്കെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അങ്ങനെ ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധമുള്ള ഒരു വിലാപയാത്ര, അതാണിപ്പോൾ കേരളത്തിന്റെ സ്നേഹത്തോടു കൂടിയുള്ള, ഇതിൽ ആരെയും നിയന്ത്രിക്കുന്നില്ല. എല്ലാവരും സ്വയം നിയന്ത്രിച്ച് തന്നെ വഴി ഒരുക്കണമെങ്കിൽ അങ്ങനെ ജനങ്ങൾ തന്നെ മുൻകൈയെടുത്ത് വഴി ഒരുക്കുകയാണ്. ആ നിലയിൽ VS അച്യുതാനന്ദൻ ഇപ്പോൾ കേരളം യാത്രാമൊഴി നൽകുകയാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന, P കൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലാണ് ഇന്ന് വൈകിട്ട് VS അച്യുതാനന്ദന്റെ മൃതദേഹം സംസ്കരിക്കുക. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആ രണ്ടക്ഷരം, VS എന്ന രണ്ടക്ഷരമില്ലാത്ത, VS എന്ന സമരനായകനില്ലാത്ത ഒരു കേരളമാണ് ഇനി വരാൻ പോകുന്നത്. അദ്ദേഹം നേരത്തെ എടുത്തിട്ടുള്ള പല നിലപാടുകളുണ്ട്. അത് പരിസ്ഥിതി വിഷയങ്ങളിൽ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ വിഷയത്തിൽ, ഭൂമാഫിയക്കെതിരായ നിലപാട്, അങ്ങനെ പല വിഷയങ്ങളിലും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുണ്ട്. അതിന്റെ പിന്തുടർച്ച എന്തായിരിക്കുമെന്നതാണ്, അതിന്റെ തുടർച്ച എന്തായിരിക്കുമെന്നതാണ് ഇനി കേരളം കാത്തിരുന്ന് കാണാൻ പോകുന്നത്. VSന്റെ ശൂന്യത അത് കേരള രാഷ്ട്രീയത്തെ എത്രമേൽ ബാധിക്കും എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. VS അച്യുതാനന്ദൻ എന്ന ആ രാഷ്ട്രീയ വൻമരമില്ലാത്ത കേരളം ഇനി അനുഭവിക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ അത്തരമൊരു അനുഭവമാണ്. അതിന് പകരക്കാരൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഭാവി കാലം അതൊക്കെ തീരുമാനിക്കേണ്ടതാണ്. VS എന്ന ആ മഹാമനുഷ്യന് ഇപ്പോൾ ആലപ്പുഴ ജില്ല വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി VSന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയായ വേലിക്കകത്ത് വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.